ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം ചെറിയൊരു പരസ്യം ആയിക്കൊണ്ടെന്നായിരിക്കാം. ഞാൻ നമ്മുടെ മെമ്പേഴ്സുള്ളിൽ യൂട്യൂബിന്റെ മെമ്പേഴ്സുള്ളിക്കാർക്കും അതുകൂടാതെ 5 പൈസയിൽ എൻ്റെ റെഫറൽ വെച്ച് ചെയ്യുന്നവർക്കും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു കോളും ഒരു പുട്ടും ഡെയിലി രാത്രി കൊടുക്കാറുണ്ട്. ട്രേഡ് സജഷൻ രീതിയിൽ എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, ടാർഗറ്റ് എത്ര, ടാർഗറ്റ് 2, ടാർഗറ്റ് 3 എല്ലാം കൊടുക്കാറുണ്ട്. ഇന്ന് നിഫ്റ്റിയുടെ പുട്ട് ട്രിഗർ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയുടെ കോളിലും പ്രോഫിറ്റ് കിട്ടി, എല്ലാ ടാർഗറ്റും കിട്ടി. 100-150 പോയിന്റ് ബാങ്ക് നിഫ്റ്റി കോൾ കയറിപ്പോയി. അതേപോലെ നിഫ്റ്റിയുടെ കോളിലും ടാർഗറ്റ് കിട്ടി. ചുരുക്കി പറഞ്ഞാൽ 2:1 റേഷ്യോയിൽ 2-3 കോള് 4 കൊടുത്തതിൽ 3 ട്രിഗറായി, 2 ടാർഗറ്റ് കിട്ടി, 1 ട്രിഗർ ആയി, 1 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓവറോൾ എല്ലാവർക്കും പ്ലസ് ആയ ഒരു ദിവസവും കൂടെ ആയിരുന്നു കൃത്യമായിട്ട് പോയത്. ഇന്ന് അധികം ട്രേഡ് എനിക്ക് ഇല്ലായിരുന്നു, കാരണം എനിക്ക് ഇന്ന് ഓഫീസിൽ നെറ്റ്വർക്കിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടന്നതുകൊണ്ട് ഞാൻ പൊതുവെ ഇന്ന് ആക്റ്റീവ് അല്ലായിരുന്നു. ഈ അഴിച്ചുപണിയും മറ്റത് മാറ്റിയിരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫും കറണ്ടും പോക്കുന്നതുകൊണ്ട് ഈ റാലി എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാൻ ബ്ലൈൻഡ് ആയിട്ടിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ചേഞ്ച് വിസിബിൾ ആണ്. നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ചേഞ്ച് വിസിബിൾ ആണ്. നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നു. നിഫ്റ്റി എന്ത് ചെയ്തു? നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നു. ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നിട്ടാണ് സ്പൈക്കോട് കൂടി മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു 25,850 വരുമെന്ന് ചോദിച്ചു. നിഫ്റ്റി ഓൾമോസ്റ്റ് ഇവിടം വരെ പോയി 25,830 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറയാൻ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 1078 പോയിന്റ് കയറി, താഴേക്ക് ഇറങ്ങിയ മാർക്കറ്റാണ്. തിരിച്ച് കയറിയിട്ട് ഒരു ഫെയിൽഡ് ഓപ്ഷനിലൂടെ മാർക്കറ്റ് വെക്കുന്നു. ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു ORR അപ്പൊക്കെ ആയിരുന്ന മാർക്കറ്റ് ആയിരുന്നു. പക്ഷെ അത് ഫെയിലർ ആയിട്ട് ഇറ്റ്സ് എൻ ഓപ്പൺ ഓപ്ഷൻ. നോർമൽ വേരിയേഷൻ അപ്പല്ല, പകരം ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. നാളെ ഈ POCയുടെ ഭാഗത്ത് ട്രേഡ് സെറ്റപ്പ് ഓപ്പൺ ആയിരിക്കുന്ന 25,715 ഭാഗത്തേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ബൈ എടുക്കാം. നല്ല രീതിയിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോകാൻ ചാൻസുണ്ട്. കാരണം ട്രെൻഡ് ചേഞ്ച് ആകുന്നതിന്റെ ഒരു ലക്ഷണം ഇന്ന് മാർക്കറ്റ് തന്നു. എപ്പോഴും ഓർത്തോളൂ, എപ്പോഴൊക്കെ ഒരു ഹെവി സിനാരിയോസ് വരുന്ന സമയത്ത് ട്രെൻഡ് ചേഞ്ച് വരുന്നോ ദർ വിൽ ബി ആൻ FA. ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ നോക്കിയാണ് ട്രെൻഡ് ചേഞ്ച് വരുന്നത് FAയുടെ കൂടെ ആണോ നോക്കണം. FAയുടെ കൂടെ വരുന്ന ട്രെൻഡ് ചേഞ്ചിന് സ്ട്രോങ്നെസ് എപ്പോഴും ഫീൽ ആകും. സോ ഇന്നത്തെ ലോയുടെ ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ ഒരു FA ക്രിയേറ്റ് ആയിട്ടുണ്ട്. 25,645 ഭാഗത്ത് നമുക്കൊരു FA വന്നു. ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ആ ഒരു ഫെയിൽഡ് ഓപ്ഷൻ കൂടിയാണ് തിരിച്ച് ഇവിടെയാണ് വന്ന FA. 25,645 നിഫ്റ്റിയിൽ FA വന്നിട്ടുണ്ട്. ആ FA ക്ലിയർ ആയത് ട്രെൻഡ് ചേഞ്ചിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. ഇനി ഒരു ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 835 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് നിങ്ങൾക്കാണ്. ഇനി നമ്മുടെ റെഫറൻസ് ലെവൽ പ്രകാരം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ അത് റെഫറൻസ് ലെവലിനോട് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നമ്മുടെ റെഫറൻസ് ലെവൽ പ്രകാരം നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് തന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തന്ന ദിവസമായിരുന്നു. കിഡിലൻ ട്രേഡ് ആയിരുന്നു. മിഡ് ക്യാപ്പ് ബുള്ളിഷ് റെഫറൻസ് പൊട്ടിയത് മാത്രമേ എനിക്കൊരു ഓർമ്മയുള്ളൂ, പക്ഷെ ട്രിഗർ ആയിട്ടില്ല ട്രേഡ്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഈ ഒരു റെഫറൻസ് ലെവൽ ഇപ്പോഴും ആക്റ്റീവ് ആവും. സോ നിഫ്റ്റിയിൽ ആ ഒരു കൃത്യമായ ലെവലുണ്ട്. സോ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പും ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നോ, ന്യൂട്രൽ ഫെയിൽഡ് ഓപ്ഷൻ വന്നു. പക്ഷെ ന്യൂട്രൽ ഡേ ആണ്, ബാക്ക് ടു ബാക്ക്. ഇന്നലെ ന്യൂട്രൽ നോർമൽ ഡേ ആയിരുന്നു, ഇന്ന് ന്യൂട്രൽ ഡേ. സോ ഇന്നലെ ബാലൻസ്, ഇന്നൊരു ന്യൂട്രൽ ഇടുന്ന സമയത്ത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു മൊമെന്ററിയൽ ആക്ഷൻസ് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഒരു ന്യൂട്രൽ ഡേ ആണ്. POC 13,703 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. 13,703 ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം. 725 ഭാഗത്ത് ഇപ്പോഴും റെസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ 13,750 മുകളിൽ 13,750 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 13,790, 13,790 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ് 750 മുകളിൽ. സെക്കൻഡ് ടാർഗറ്റ് 13,832, 835, 13,835 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് ഈ ഒരു POC 13,878. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള അപ്പർ റെഫറൻസ് ലെവൽസ് പറയാനുള്ളത്. ഇനി താഴേക്ക് ഇനി വരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലോവർ സ്ട്രക്ചർ, അതായത് ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയുടെ അല്ല 13,640 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം.
ഫസ്റ്റ് ടാർഗറ്റ് 13,600 എത്രയാണ്? 13,615. 13,615 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 13,583. 13,583. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്താണേ 13,537. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അടുത്തടുത്തായിട്ട് നമ്മുടെ മാർക്കറ്റിൽ മിഡ് ക്യാപ്പിലെ ടാർഗറ്റ്സ് വരുന്നത്. ഇത് കൃത്യമായി ഓർത്ത് വെച്ചേക്കുള്ള. അതായത് സീരിയസ് സപ്പോർട്ടായിട്ട് മിഡ് ക്യാപ്പിൽ താഴേക്ക് കിടപ്പുണ്ടെന്ന് അർത്ഥം. ടാർഗറ്റുകൾ അടുത്ത് വന്നിരിക്കുമ്പോൾ എപ്പോഴും ഓർത്തോളം സീരിയസ് സപ്പോർട്ട് കിടപ്പുണ്ട്, താഴേക്ക് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ഓപ്ഷൻ ന്യൂട്രൽ ഡേ ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി പക്ക ഒരു എന്തുവാണ് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ ഇറ്റ്സ് എൻ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആണ്. മിഡ് ക്യാപ്പിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, അത് തിരിച്ച് താഴേക്ക് ഇറങ്ങി ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്ത് ടെസ്റ്റ് ചെയ്ത് ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. പി ഒ സി 61,260 ഭാഗത്തേക്ക് പി ഒ സി ഞാനൊന്ന് തട്ടി മുകളിലോട്ട് കൊണ്ടുവരാം. 61 എത്രയാണ്? 61,260 നമ്മുടെ പി ഒ സി. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ദിവസമാണ് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. അതുകൊണ്ട് ഈ സ്പൈക്കുകൾ ഉള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ആക്കും. ഇനി ഫ്രഷ് ഇല്ല നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി ഇതാണ് പോകുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ 61,610 എന്നെ സംബന്ധിച്ച ബുള്ളിഷ് റെഫറൻസ്. 61,610 മുകളിൽ ബൈ എടുക്കാം. 61,610 മുകളിൽ അവനെ കുറിച്ചൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാം ബാങ്ക് നിഫ്റ്റിയില്. അത് ഫസ്റ്റ് ടാർഗറ്റ് 61,780 ഭാഗത്തേക്ക്. എത്രയാണ്? 61,780 എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 61,895. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 62,000. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമേ ഒരു ബുള്ളിഷ് മൊമെന്റം കാണുന്നുള്ളൂ. അല്ലാതെ ഒരു മാങ്ങാത്തുലിയും വേറെ ഒരിടത്തും സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ച് നിഫ്റ്റി റേഞ്ച്. ബാങ്ക് നിഫ്റ്റി പുതിയ ഹൈ അടിച്ചു. നിഫ്റ്റി ഇപ്പോഴും പഴയ ഹൈ കട്ട് ചെയ്യാനുള്ള വെപ്രാളത്തിൽ കിടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ലോവർ ലെവലായ 61,090 താഴെ മാത്രമേ 61,990 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഇന്നത്തെ ലോവർ ലെവലിൽ താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് 60,987. ഫസ്റ്റ് ടാർഗറ്റ് 60,987 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 60,000 ഇത് സീഡലോ 60,857. 60,857 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 60,710. എത്രയാണ്? 60,710 ഭാഗത്തേക്ക്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ള റെഫറൻസ് ലെവൽ. അപ്പം മുകളിലത്തെ റെഫറൻസ് ലെവലായി, താഴത്തെ റെഫറൻസ് ലെവലായി. ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഓവർ ആയിരുന്നു. ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ. നിഫ്റ്റി ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്, ORR അപ്പ് ആണ്. പക്ഷെ അത് സി വന്ന് ഫെയിലിയർ ആയി പോയി. സോ ഇറ്റ്സ് എ OA വിത്ത് എ ന്യൂട്രൽ സ്ട്രീം അപ്പാണ്. ഫെയിൽഡ് ഓപ്ഷൻ ഉണ്ട്, ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്നത്തെ ലോവർ ലെവലിന് താഴെ 645 താഴെ ഇനി സെല്ലിംഗ് ഉള്ളൂ. 715 ആണ് പി ഒ സി. ഇപ്പൊ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയാണ്? 25,715 ആണ് പി ഒ സി ഉള്ളത്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 25,645. 25,645 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 25,600. എത്രയാണ്? 25,600 ഭാഗത്തേക്ക് 25,600 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 25,560. 25,560 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് 25,510. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള റെഫറൻസ് ലെവലുകൾ താഴേക്കുള്ളത്. ന്യൂട്രൽ സ്ട്രീം അപ്പ് ആയതുകൊണ്ട് ഇന്നത്തെ ഹൈക്ക് മുകളിൽ ബൈ ഉണ്ട്. അല്ല എങ്കിൽ ഇന്നത്തെ പി ഒ സി ആയ 25,715 ഭാഗത്തേക്ക് എത്തുമ്പോൾ ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഇനി ബൈ 835 മുകളിലാണ് ബൈ. ബുള്ളിഷ് റെഫറൻസ് എത്രയാണ്? 25,835. 25,835 മുകളിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 25,880. എത്രയാണ്? 25,880. 25,880 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 25,938. എത്രയാണ്? 25,938. 25,938. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,980. എത്രയാണ്? 25,980. ഇതാണ് നിഫ്റ്റിയുടെ അപ്പർ സൈഡ് റെഫറൻസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 25,830 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് വീണ്ടും പോകാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്.
സോ ഇതാണ് റെഫറൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇല്ല 5 പൈസയിൽ എൻ്റെ റെഫറൽ വഴി ട്രേഡ് എടുക്കുന്നവർക്ക് അതിൽ ട്രേഡ് ചെയ്യണം, അത് മാൻഡേറ്ററി ആണ്. ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് ഓപ്ഷൻസിന്റെ ടേബിളും ഫീച്ചേഴ്സിന്റെ ലെവൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുക മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.